ഓം ശാന്തി. ജൂൺ മാസത്തിലെ പത്രപുഷ്പമാണ് മധുബനിലുള്ളത്. 21/5/22 ദാദിജിയുടെ അമൂല്യ മഹാവാക്യങ്ങളടങ്ങിയ ഈശ്വരീയ പരിവാരത്തിനുള്ള സ്നേഹ കത്ത്. परखने की शक्ति द्वारा माया के भिन्न भिन्न स्वरूपों को पहचान വിജയ് രത്തൻ ബനോ. തിരിച്ചറിയാനുള്ള ശക്തിയിലൂടെ മായയുടെ വിഭിന്ന രൂപങ്ങളെ, മായയുടെ വിഭിന്ന സ്വരൂപങ്ങളെ തിരിച്ചറിഞ്ഞ് വിജയ് രത്നമാക്കും, വിജയ് രത്നമാക്കും. ദാദിജിയുടെ ശുഭ പ്രേരണകൾ. തിരിച്ചറിയാനുള്ള ശക്തിയിലൂടെ മായയുടെ എല്ലാ രൂപങ്ങളെയും മനസ്സിലാക്കുക, എന്നാലേ ജയിക്കാൻ പറ്റും. ദാദിജി പറയണേ, പ്രാൺ പ്യാരെ അവ്യക്ത മുറദ് മാത് പിത, പ്രാണന് തുല്യം പ്രിയങ്കരനായ അവ്യക്ത ബാപ് ദാദയുടെ അതിയോമനകളും സദാ അപ്പനെ സാഫ് സ്വച്ഛ ബുദ്ധി ദ്വാര, സദാ തൻ്റെ ക്ലിയറായ ബുദ്ധിയിലൂടെ സ്വയം കോ ഒരു സർവ്വക്കോ. അവ പറയണേ, ക്ലിയർ ബുദ്ധി എന്തിനാണ്? ആദ്യം എനിക്ക് എന്നെ തിരിച്ചറിയാൻ, എന്നെ അറിയണമല്ലോ ഞാൻ. കാരണം പണി മുഴുവൻ ഇവിടെയാണല്ലോ എടുക്കേണ്ടത്, പണിയെടുക്കേണ്ടത് പുറത്തല്ലല്ലോ. കംപ്ലീറ്റ് പുരുഷാർത്ഥം എവിടെയാണ്? ഞാൻ എൻ്റെ ഉള്ളിലാണ് ചെയ്യാനുള്ളത്. ക്ലിയർ ബുദ്ധിയിലൂടെ ആദ്യം സ്വയത്തെ തിരിച്ചറിയാം. രണ്ടാമത് സർവരെയും തിരിച്ചറിയും, സർവരെയും തിരിച്ചറിയും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് റോങ് ഒക്കെ റൈറ്റ് ആയിട്ട് തോന്നും, റൈറ്റ് ഒക്കെ റോങ് ആയിട്ട് തോന്നും. അതുകൊണ്ടല്ലേ ചില വീടുകളിൽ പോലും എന്താ സംഭവിക്കണേ? സ്വന്തം മാതാപിതാക്കൾ വെൽ വിഷേഴ്സ് ആയിട്ടുള്ള അച്ഛനമ്മമാരുടെ ഇൻറ്റൻഷൻ പോലും മക്കൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലമാണിത്. കാരണം എന്താ? ആത്മാവിൻ്റെ ഉള്ളിൽ അത്രയും മാലിന്യങ്ങളാണ്. അതുകൊണ്ടാണ് ബാബ പറയണേ, ആദ്യം എന്ത് ചെയ്യണം? തിരിച്ചറിയാനുള്ള ശക്തി സ്വയത്തെയും സർവരെയും ശരിയായി തിരിച്ചറിഞ്ഞ് മാസ്റ്റർ സർവശക്തിവാൻ സ്മൃതിയിലൂടെ, സർവശക്തിവാന്റെ കുട്ടിയാണെന്ന ഓർമ്മയിലൂടെ മായയുടെ വിഭിന്ന സ്വരൂപങ്ങളെ തിരിച്ചറിഞ്ഞ് സദാ വിജയി ഏകരസ സ്ഥിതിയിലിരിക്കുന്ന നിമിത്ത സഹോദരി ടീച്ചർ സഹോദരിമാർക്കും ദേശവിദേശത്തിലുള്ള സർവ ബ്രാഹ്മണ കുലഭൂഷണ സഹോദരി സഹോദരന്മാർക്കും ഈശ്വരീയ സ്നേഹം നിറഞ്ഞ മധുരമായ ഓർമ്മകൾ മധുബൻ തപോഭൂമിയിൽ നിന്ന് സ്വീകരിച്ചില്ലേ എല്ലാവരും? എത്ര സുമാന തന്നെ? ഈ സുമാനങ്ങളാണ് നമുക്കുള്ള ഹോംവർക്ക്. ബാത് സമാചാർ ബാപ് ദാദ. ബാക്കി ബാപ് ദാദ സമയത്തിനനുസരിച്ച് നമ്മൾ കുട്ടികൾക്ക് ഏകാഗ്രതയുടെ അഭ്യാസത്തിലൂടെ സദാ ഏകരസസ്ഥിതിയിലിരിക്കാനുള്ള വിശേഷ സൂചന തന്നുകൊണ്ടിരിക്കുക. ഏകാഗ്രതയിലൂടെ ഏകരസസ്ഥിതി ഉണ്ടാക്കാൻ. അതിനാൽ കിത്നി ബി ബഡേ സെ ബഡേ പരിസ്ഥിതി സാമന കരേ, എത്ര വലിയ സാഹചര്യം താങ്കൾക്ക് നേരിടേണ്ടി വന്നാൽ ഉസ്മേ ക്യാ ഹുവാ, അതിലിപ്പോൾ എന്താ? സാഹചര്യം എത്ര വലുതായിക്കോട്ടെ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അയ്യോ എങ്ങനെ ഇങ്ങനെയായി, ഈ ചിന്തനത്തിൽ താങ്കളുടെ സംഗമത്തിലെ അമൂല്യ സമയം പാഴാക്കരുത്. എന്തുകൊണ്ട് എനിക്ക് ഈ സാഹചര്യം വന്നു, എങ്ങനെ വന്നു, ആര് കൊണ്ടുവന്നു, ഇതൊന്നും ചിന്തിച്ച് സംഗമയുഗത്തിലെ താങ്കളുടെ സുവർണ അമൂല്യ സമയം പാഴാക്കല്ലേ. ഏത് തരത്തിലുള്ള സാഹചര്യമാണെങ്കിലും, ചോദ്യങ്ങളാണെങ്കിലും, പ്രശ്നങ്ങളാണെങ്കിലും മനസ്സിനെ ഒരിക്കലും ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുവരരുത്. ചോദ്യങ്ങളെല്ലാം എന്ത് ചെയ്യും? ആശയക്കുഴപ്പമുണ്ടാക്കും, കൺഫ്യൂഷൻ ഉണ്ടാക്കും. ചോദ്യങ്ങൾക്ക് നമുക്ക് എന്താ വേണ്ടത്? ബാബ പറയില്ലേ, സമസ്യകളെക്കുറിച്ച് ചിന്തിച്ച സമാധാനം പോവും. അതേസമയം സമസ്യകൾ വരുമ്പോൾ നമുക്ക് വേണ്ടത് എന്താ? പരിഹാരത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. പരിഹാരത്തെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടേ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും. സർവശക്തിവാന്റെ കുട്ടിയാണെന്ന ഓർമ്മയിൽ ഇരുന്നു കൊണ്ട്
ഏത് പരിതസ്ഥിതിയെയും താങ്കൾക്ക് ഉറുമ്പ് പോലെ തോന്നും. ഉറുമ്പ് പോലെ വന്നത് ഏതാണ്? അല്ലെ, സിംഹം പോലെ വന്നതാണ് പരിതസ്ഥിതി. പക്ഷേ ദാദി പറയണേ, ബാബ സർവശക്തിവാന്റെ കുട്ടിയാണെന്ന ഓർമ്മ, സർവശക്തിവാൻ തന്ന മധുര മഹവാക്യം, മുരളിയുടെ പോയിന്റ്, ജ്ഞാനബല ഉപയോഗിച്ചാൽ എത്ര വലിയ പരിതസ്ഥിതിയും താങ്കൾക്ക് ഉറുമ്പ് വന്ന് കടിച്ചു പോയ പോലെ തോന്നുള്ളൂ, അല്ലെങ്കിൽ ഉറുമ്പ് വന്ന് അറ്റാക്ക് ചെയ്യാൻ ചെയ്തതുപോലെ ഉണ്ടാവും. ബാബ കേത്തെ ബച്ചേ. അതുകൊണ്ട് ബാബ പറയണ, മക്കളെ, അപ്പൊ മായക്കെ അന്തിം വാർക്കോ പെഹചാൻ. കാരണം മക്കളെ, മായ അവസാന യുദ്ധത്തിന് വരെയാണ്. 20 വർഷം മായയുടെ അടുത്ത് യുദ്ധം ചെയ്ത് ജയിച്ചു. ലാസ്റ്റ് 21ാമത്തെ വർഷത്തിൽ തോറ്റല്ല അല്ലേ? ബാബയെ കിട്ടി അല്ലേ? വളരെ കാലം എല്ലാ മായയിലും ജയിച്ചു. ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റ് പേപ്പർ എപ്പോഴാണോ അത് തോറ്റുപോയാൽ കഴിഞ്ഞില്ലേ? അതുകൊണ്ടാണ് പറയണ ബാബ ഇപ്പം മായ അവസാന യുദ്ധത്തിന് വരെയാണ്. കാരണം എന്താ കാരണം? 5 വികാരങ്ങൾ മായ അരക്കൽപ്പത്തേക്ക് ഈ ലോകത്തുനിന്ന് വിട പറയാൻ പോവാണ്. അപ്പൊ അരക്കൽപ്പത്തേക്ക് ആരുടെ അടുത്താണോ വിട പറയേണ്ടത്? കാരണം സൂര്യവംശത്തിൽ വന്ന ആത്മാക്കൾക്ക് കംപ്ലീറ്റ് വിടയാണ്. അപ്പൊ ആർക്കാണോ സൂര്യവംശത്തിലെ പാർട്ടുള്ളത്? ദീദി ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ടല്ലോ പുതിയ സീരീസ്. മോനെ ദീദി, സത്യുഗത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോകാൻ, നമുക്ക് സ്വർഗീയ സംസ്കാരം ഉണ്ടാക്കാൻ. അപ്പൊ സത്യുഗീ സംസ്കാരം ആർക്കാണോ വേണ്ടത്? കേൾക്കാറുണ്ടോ നിങ്ങളെല്ലാവരും? മോനെ ദീദിയുടെ ക്ലാസ് ഡെയിലി ഹോംവർക്ക്, ചെറിയ ചെറിയ ഹോംവർക്ക് ദിവസവും എല്ലാ സൂക്ഷ്മ നമ്മുടെ സംസ്കാരത്തിന്റെ മേലെ അറ്റൻഷൻ വെക്കാനുള്ള പോയിന്റാണ്. ബാബ തരുന്ന മുരളി എങ്ങനെ ഹോംവർക്കായിട്ട് ചെയ്യണം. ബാബ പറയണേ, അന്തിമ അറ്റാക്കിന് വേണ്ടിയിട്ട് മായ വരെയാണ് ഇവിടെ പറയുന്നതിന് മുമ്പ്. കാരണം ബാബ ഒരു അവ്യക്ത മഹാവാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, മക്കളെ, മായ വിട പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഭീഭത്സ രൂപത്തിൽ വരും, ഭയാനകരമായ രൂപത്തിൽ വരും. ചെറിയതും വലുതുമായ രൂപങ്ങളിൽ വന്ന് ലാസ്റ്റ് വരയ്ക്കും നോക്കിയിട്ടേ നിങ്ങളെ ഒന്നും കൂടെ തട്ടി താഴെയിടാൻ പറ്റുമെന്ന് നോക്കിയിട്ടേ പോകും. ഭേജാൻ സദാ വിജീവൻ കറഹോ. പക്ഷെ മായ എങ്ങനെ വന്നാലും താങ്കൾ തിരിച്ചറിഞ്ഞ് സദാ വിജയിയാക്കണം. ചിലപ്പോൾ വലിയ വലിയ പേപ്പറിലൊക്കെ നമ്മൾ ജയിക്കും, ചെറിയ എന്തെങ്കിലും ടെസ്റ്റ് പേപ്പറിലായിരിക്കും തോൽക്കുക. ഇസ് പരമാർത്ഥ മാർഗമേ വിഘൻ വിനാശക് ബന്നെ കെ ലിയെ. ബാബ പറയണേ, ഈ ഈശ്വരീയ മാർഗത്തില് വിഘ്നങ്ങളെ ഇല്ലാണ്ടാക്കാൻ മായയെ തിരിച്ചറിഞ്ഞ് നിർണയശക്തിയെ വർദ്ധിപ്പിക്കും. മായയെ തിരിച്ചറിഞ്ഞ് നിർണയശക്തി വർദ്ധിപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ വർത്തമാന സമയത്ത് മായ വളരെ റോയലായ ഈശ്വരീയ രൂപത്തിലായിരിക്കും താങ്കളെ നേരിടാൻ വരുന്നത്. നോട്ട് ചെയ്തില്ലേ? എന്താ പറഞ്ഞ ബാബ? ഈ സമയത്ത് മായ ഏത് രൂപത്തിലേ വരുള്ളൂ? ഇതെനിക്കുള്ള മായയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അത്ര റോയൽ രൂപത്തിലായിരിക്കും ഇനി മായ. കാരണം വിട പറയാൻ പോവല്ലേ. നമ്മുടെ ശാസ്ത്രത്തിൽ അതുകൊണ്ടാണ് ഉദാഹരണം കാണിച്ചിരിക്കുന്നത്. ഏതുദാഹരണം? മായ മോഹിനി രൂപം പൂണ്ട് വന്നു. മോഹിനി രൂപത്തിലാകുമ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല, പിടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ടാണ് ബാബ എന്ത് പറയണേ? മോഹിനിയല്ല, മോഹത്തിന്റെ രൂപത്തിലല്ലേ നമുക്കുള്ള പേപ്പറുകൾ സൂക്ഷ്മ രൂപത്തിലായിരിക്കും വരിക, റോയൽ രൂപത്തിലായിരിക്കും വരിക. നമുക്കറിയ പോലും ചെയ്യാത്ത രീതിയിൽ ഇതെനിക്കുള്ള ടെസ്റ്റ് പേപ്പറാണ്, ഇതില് അല്ല ഇനി വീണാൽ ഞാൻ വീണു പോകും, തോറ്റു പോകുമെന്ന് പോലും അറിയില്ല. അങ്ങനെ താങ്കളെ എതിരിടാൻ വരും. പക്ഷെ താങ്കൾ ഇതെനിക്കുള്ള റോയൽ രൂപത്തിലുള്ള മായയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഏകാഗ്രതയുടെ ശക്തി വേണം. അർത്ഥം സൈലൻസിന്റെ ശക്തി വേണം. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? മായയെ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് അല്ലെ കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് ബാബ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേ? സൈലൻസിന്റെ ശക്തി ശേഖരിക്കും. കൊറോണ വന്നതേ അതിനു വേണ്ടിയിട്ടാണ്. ഡ്രാമയുടെ സീന് കർട്ടൻ നീങ്ങിയത് നമ്മളുടെ ഉള്ളിൽ സൈലൻസിന്റെ ശക്തി ശേഖരിക്കാനാണ്. പക്ഷെ നമ്മൾ ഓരോ ബ്രാഹ്മണരും ഹൃദയത്തിൽ കൈവച്ച് നോക്കണം. ഈ ഡ്രാമയിൽ ഇത്രയും വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായപ്പോൾ സൈലൻസിന്റെ ശക്തി ശേഖരിക്കാൻ ഭഗവാൻ അല്ലെ പുറത്തെ അലച്ചിലുകളെല്ലാം വിട്ടിട്ട്
വീട്ടിൽ തന്നെ ഇരിക്കാൻ, അകത്തിരുന്നുകൊണ്ട് അകത്തേക്ക് പോകാനും അകത്തുള്ള ശക്തികളെ തിരിച്ചറിയാനും ഉപയോഗിക്കാനും വേണ്ടി ഇത്രയും സമയം നമുക്ക് തന്നു സമാപ്തിക്ക് മുമ്പ്. ഇതെല്ലാം ലാസ്റ്റ് വീണ്ടും നമുക്ക് സാക്ഷാത്കാരമായിട്ട് വരും. കാരണം ബാബയോടൊപ്പം നമുക്ക് പറയാൻ പറ്റില്ല, ബാബ എനിക്കറിയുമായിരുന്നില്ലല്ലോ. അപ്പോൾ ബാബ കാണിച്ചു തരും. എത്ര സമയത്തിന് മുമ്പേ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വൈൻഡപ്പ് ചെയ്യായിരുന്നു. ഡ്രാമയിൽ എന്തെല്ലാം ട്വിസ്റ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. സമയം എത്ര തന്നു? 2.5-3 വർഷത്തെ കൊറോണക്കാലം നിങ്ങൾക്ക് ഇത്രയും ഞാൻ തന്നില്ലേ? അപ്പം നിങ്ങൾക്ക് ഓരോ ഓട്ടം ഉണ്ടായിരുന്നില്ലല്ലോ പുറത്തേക്ക്. ഇരിക്കുന്നിടത്തിരുന്ന് നിങ്ങൾക്ക് സമ്പാദിക്കാമായിരുന്നുവല്ലോ. വേറെ ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ എന്ത് സമ്പാദിച്ചു? ഇതെല്ലാം നമ്മുടെ മനസ്സാക്ഷി കോടതിയിൽ നമുക്ക് മുന്നിൽ വരും. അപ്പം നമുക്ക് ചിത്രവും വരും. സമയം എന്തിനു തന്നു ബാബ? ഡ്രാമ. പക്ഷെ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഇത്രയും അനുകൂല സാഹചര്യം കിട്ടിയപ്പോൾ പോലും ഞാൻ എന്താ ചെയ്തു? ബാബ പറയണേ, മക്കളെ സൈലൻസിൻ്റെ ശക്തി വേണം. അവരെ എന്ത് ചെയ്യുള്ളൂ? ഈ അവസാന സമയത്ത് വരുന്ന റോയൽ മായകളെ തിരിച്ചറിയും. ഇല്ലെങ്കിൽ ബാബ പറയില്ലേ, മഹാരഥി എന്ത് ചെയ്യും? മുതൽ പിടിച്ച് വീഴും. തിരിച്ചറിയുന്നില്ലെങ്കിൽ തൊഹറേക്കോ अब ऐसी ഡീപ് സൈലൻസ് की ഭട്ടി में बैठ. അതുകൊണ്ട് ഓരോരുത്തരും എന്ത് ചെയ്യുക? ഇപ്പോൾ വളരെ ആഴമാർന്ന സൈലൻസിൻ്റെ ഭട്ടിയിലിരുന്ന് ഏകാഗ്രതയുടെ അഭ്യാസത്തിലൂടെ ഇളക്കങ്ങളുടെ നടുവിലും ഇളകാതിരിക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയിടും. ഇളക്കങ്ങളുടെ നടുവിലും ഇളകാതിരിക്കാനുള്ള സ്ഥിതി സൈലൻസ് ഭട്ടിയിലിരുന്ന് പ്രാപ്തമാണ്. ഈ മാസം ഫുൾ വിശേഷിച്ചും മമ്മ അല്ലേ, നമ്മളെല്ലാവരെയും മമ്മയുടെ സ്മൃതി മാസം കാരണം നമ്മളെല്ലാം നാച്ചുറലി ഒരു സൈലൻസിലേക്ക് പോകുന്ന ഒരു മാസമാണ്. ജനുവരി പോലെ ബാബ തന്നു ചാൻസ്. ബാബ വീട്ടിലിരുന്ന് സൈലൻസ് ഭട്ടി ചെയ്യാൻ. പക്ഷെ ഞാൻ എത്ര എടുത്തു തുടങ്ങി അല്ലേ? എല്ലാം ഡ്രാമ തരുന്നുണ്ട് ഭഗവാന്. ബാബാനെ തപസ്യക്ക് മൗസ് കാ അനുഭവ് കർണേ കെ ലിയേ. തപത്തിൻ്റെ ആനന്ദം അനുഭവിക്കാൻ 2 വാക്കുകളാണ് ബാബ സ്മൃതി ഉണർത്തി തന്നെ. ആർക്കെ തപം ചെയ്യാൻ പറ്റൂ? മുരളി കേൾക്കാൻ പറഞ്ഞാൽ, വായിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യും. സേവ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. പക്ഷെ തപസ് ചെയ്യാൻ ഈശ്വരൻ പറഞ്ഞിരിക്കുക. ഇപ്പോൾ സൈലൻസിലിരിക്കും. നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കണം, എനിക്ക് എത്ര നിമിഷങ്ങൾ സൈലൻസിലിരിക്കാൻ പറ്റുന്നുണ്ട്? എത്ര നിമിഷങ്ങൾ ശരീരം കൊണ്ടിരുന്നാൽ പോലെ ഈ ശരീരം പോലും എത്ര സൈലൻ്റ് ആവുന്നുണ്ട്. ഓരോ ഇന്ദ്രിയം എത്ര സൈലൻ്റ് ആവുന്നുണ്ട്. അതിനെല്ലാം ഉപരി തപസ്വി ആത്മാവിൻ്റെ മനസ്സ് എത്ര സൈലൻസിലേക്ക് പോകുന്നുണ്ട്. സങ്കല്പങ്ങളുടെ തിരമാലകൾ ശാന്തമായാലല്ലേ ഈ ആഴക്കടലിൽ കിടക്കുന്ന ശക്തി, ആത്മാവിൻ്റെ ശക്തി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ സങ്കല്പം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരുന്ന ഇതിലെ ശക്തി നമ്മൾ എവിടെ അറിയാന്? ശക്തി ഫീൽ ചെയ്യില്ലല്ലോ. യോഗം ചെയ്യാനിരിക്കുമ്പോഴും നോക്കണം, എന്താ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം. സങ്കല്പത്തിൻ്റെ തിരമാലകൾ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് സുനാമി പോലെ ഇരിക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ എന്ത് ചെയ്യുക? ചിന്തിക്കാൻ വേണ്ടി ഊർജത്തെ പാഴാക്കുകയാണ്. അപ്പോഴും ബാബ പറയണേ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങളുടെ എണ്ണം കുറഞ്ഞ് 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 ഒരു നിമിഷം ഒരു സങ്കല്പം എത്ര മിനിമൈസ് ചെയ്യാൻ പറ്റൂ അത്രയും സങ്കല്പങ്ങളുടെ എണ്ണം കുറച്ച് ശുഭസങ്കല്പങ്ങളാക്കി, ദൃഢസങ്കല്പങ്ങളാക്കി അതിൻ്റെ ശക്തി അനുഭവിച്ചു. ബാബ ചോദിക്കണേ, നിങ്ങൾ നോക്കൂ, തപസ്യയുടെ ആനന്ദം അനുഭവിക്കാൻ ഭഗവാൻ 2 വാക്കുകൾ ഓർമ്മിപ്പിച്ച് തന്നു. കഴിഞ്ഞ ഒരു അവ്യക്ത മുരളിയിലുണ്ടായിരുന്നല്ല ബാബയുടെ. ഫസ്റ്റ് ഡോട്ട്, സെക്കൻഡ് നോട്ട്. 2 വാക്ക് ഓർമ്മയില്ലേ? ഡോട്ട്. ഡോട്ട് മീൻസ് ബിന്ദു ഇടും. എന്തിന് ബിന്ദു ഇടണം? ജോ ബാത്തേം ബീത് ഗയി, എന്തെല്ലാം നടന്നു കഴിഞ്ഞു ഇന്നലെ വരെ, എന്തെല്ലാം നടന്നു കഴിഞ്ഞു ബിന്ദു. ഞാൻ എന്തിനു ചിന്തിക്കണം? ആര് ചെയ്തതും
അല്ലെ, ആര് പറഞ്ഞതും എവിടെ നടന്നതുമാണെങ്കിലും അല്ലെ, എനിക്കതൊക്കെ ഇപ്പോൾ ഞാൻ എന്തിനു ചിന്തിച്ചുകൊണ്ടിരിക്കണം? ചിലർക്ക് കൂടുതൽ ചിന്ത എന്തിനെക്കുറിച്ചാണ്? മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച്. BK ആയി കഴിയുമ്പോൾ മറ്റ് BKസിനെ കുറിച്ചാണ് നമുക്ക് ചിന്ത. നമ്മൾ എന്തിനു ചിന്തിക്കണം? നമുക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി ബാബ തന്നിട്ടുണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്താണെങ്കിൽ ബാബ പറയണേ എന്താ, കറക്ഷൻ പോലും 1 തവണ പറയൂ, 2 തവണ പറയൂ, വിടൂ. പിന്നെ അവരുടെ കർമ്മം അവരുടെ കൂടെ. ബ്രഹ്മ ബാബ പോലും പറയില്ലേ, കൂടെയുള്ള മക്കള് ബാബയ്ക്കറിയാം ഇത് റോങ് വേയിലാ പോണേ, പക്ഷേ പറഞ്ഞിട്ട് കേൾക്കാത്തവരോടാണെങ്കിൽ പിന്നെ ബാബ പറയുക പോലും ചെയ്യുമായിരുന്നില്ല. കാരണം ബാബയ്ക്കറിയാം ഈ ആത്മാക്കൾ എടുക്കില്ല. പക്ഷെ എടുക്കുന്ന ആത്മാവിനോട് ബാബ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ബാബ പറയണേ ഫസ്റ്റ് എന്താ വേണ്ടേ? ഡോട്ട്, ബിന്ദു. സെക്കൻഡ് ബാബ പറയണേ നോട്ട് അലൗഡ്. ഏത് പാടില്ലയോ അതിന് നേരെ നോ പറയാനുള്ള കപ്പാസിറ്റി. തെറ്റാണ്, ശ്രീമതത്തിന് വിരുദ്ധമാണ്. അറിയാം നമുക്ക്, പകൽ പോലെ ബാബ സ്പഷ്ടാക്കി തന്നിട്ടുണ്ട് എന്താ ശ്രീമത്ത്, എന്താ മന്മത്ത്, എന്താ പരമത്ത്. അപ്പൊ ഏതൊന്ന് ശ്രീമതം അല്ലയോ അതിന് നേരെ എന്ത് ചെയ്യണം? നോ പറയാനുള്ള കപ്പാസിറ്റി. അതാണ് ഒരു സൂര്യവംശ സംസ്കാരത്തിലുള്ള ആത്മാവിൻ്റെ ലക്ഷ്യം. അല്ലാതെ കുറച്ചു ദൂരം പോയിട്ട് പിന്നെ അല്ലേ, അതെത്ര രസം തരുന്ന സന്തോഷം തരുന്ന കാര്യമാണെങ്കിലും എനിക്കിഷ്ടമുള്ള കാര്യമാണെങ്കിലും ബാബ നോട്ട് അലൗഡ് പറഞ്ഞാൽ പിന്നെന്തില്ല അല്ല, പിന്നെ അതിൽ എൻ്റെ ഇഷ്ടമില്ല, ബാബയുടെ ഇഷ്ടം എന്താണോ അതാണ് ശ്രീമതം. ഏതൊന്ന് ശ്രീമതമല്ലയോ അത് ചെയ്യാതിരിക്കുക. ബാബ പ്രണയനെയാണ് എന്ത് പറയാ? നോ പറയാനുള്ള കപ്പാസിറ്റി. ഏതൊന്ന് ചെയ്യാൻ പാടില്ലയോ അതിന് നേരെ നോ പറയൂ. ഇപ്രകാരം ഡോട്ട് ഓർ നോട്ട്, ബിന്ദു ഇടുക, പിന്നെ നോ പറയുക. വേണ്ടാത്തതിന് നേരെ നോ പറയാനുള്ള കപ്പാസിറ്റി. ഈ 2 വാക്കുകൾ ആരുടെ സ്മൃതിയിലുണ്ടോ അവർക്കേ സൈലൻസിന്റെ ശക്തി ശേഖരിക്കാനാകും. അവർക്കേ തപം ചെയ്യാൻ പറ്റും. അവർക്കേ എവിടേക്ക് പോകാൻ പറ്റൂ? ആത്മാനുഭൂതിയിലേക്ക് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ചിന്തനം വന്നുകൊണ്ടിരുന്ന എവിടെയാണ് നമുക്ക് ആത്മാനുഭൂതി എവിടെ കിട്ടുക? പരമാത്മശക്തി എവിടെ അനുഭവിക്കുക? നോട്ടും ഡോട്ടും ഉപയോഗിക്കാൻ കഴിയുന്നവർ, പാസ്റ്റിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതും ഏതൊന്ന് ശ്രീമതമല്ലയോ അത് ചെയ്യാതിരിക്കുന്നവരാരാണോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം നമ്മുടെ മനസ്സിൽ സങ്കല്പം വരില്ലേ, ഉള്ളിൽ കുത്തിക്കൊണ്ടിരിക്കും, പുറമേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കാർന്ന് തിന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം BK ആയതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല, പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സ് സദാ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ബാബ പറയണേ നോട്ട് അലൗഡ് ആണെങ്കിൽ ചെയ്യാതിരിക്കൂ. നോട്ട് അലൗഡ് ആയത് ചെയ്യുമ്പോഴാണ് ആത്മാവിനറിയാം ഇത് നീതിയല്ല, ഈ നീതിബോധം ഇവിടെ ഉണ്ട്. ആ നീതിബോധം കാരണം എന്ത് ചെയ്യും? നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ അല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കും. ബാബറിന് അപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല? സൈലൻസിന്റെ ശക്തി ശേഖരിക്കാൻ കഴിയില്ല. സഹജ് യോഗി ജീവൻ കാ ബാബ പറയണേ അവർക്കേ സഹജ യോഗി ജീവിതത്തിന്റെ അനുഭവം ഉണ്ടാകും. ആർക്ക്? ഡോട്ടും നോട്ട്, ഇത് രണ്ടും ചെയ്യുന്നവർക്ക് യോഗി ജീവിതം, ബാബയുടെ കൂടെയുള്ള ജീവിതം സഹജമായി അനുഭവമാക്കും. ബാക്കി ഭാരതമെമ്പാടും ഈശ്വരീയ സേവനങ്ങൾ, വിദേശത്തും അക്ഷീണ സേവനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാബയുടെ മക്കൾക്കെല്ലാം ഈ ലക്ഷ്യമുണ്ട്. ഇപ്പോൾ അവശേഷിക്കുന്ന ഓരോ ആത്മാക്കളുടെ അടുത്തും ബാബയുടെ സന്ദേശം എത്തിച്ച് ഈശ്വരീയ സേവനങ്ങളുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. ഇപ്പം ഈ ഫീലിങ്ങും വന്നു തുടങ്ങി. പണ്ട് നമുക്ക് സേവ ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മനസ്സിലും സങ്കല്പം വരാൻ തുടങ്ങി അല്ലേ, ബാബയുടെ സേവയും സമാപ്തിയിലേക്ക് കൊണ്ടുപോകണം. സന്ദേശം കൊടുക്കുന്ന സേവ വളരെ വേഗം പൂർത്തീകരിക്കണം. കാരണം മെജോറിറ്റി ബ്രാഹ്മണരുടെ ഉള്ളിലും ഫീലിംഗ് ഉണ്ടാക്കാൻ തുടങ്ങി അല്ലെ, സമയം സമാപ്തിയിലെത്താണ്, നമുക്ക് വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പ് ചെയ്യാനുള്ള സമയമാണ്. വീട്ടിലേക്ക് പോകാം. വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് എല്ലാവർക്കും വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുക. സേവനങ്ങളുടെ ചാപ്റ്ററും പൂർത്തിയാക്കാൻ സമയമായി. സേവായും കർത്തി സിർഫ്
അതിപ്രേണേ. അതുകൊണ്ട് ഈ സമയത്ത് ബ്രാഹ്മണന്റെ അവസ്ഥ എന്തായിരിക്കണം? അവശേഷിച്ചിരിക്കുന്ന എല്ലാ സേവനങ്ങളും ചെയ്യണം, പക്ഷേ എല്ലാം ചെയ്തുകൊണ്ടും ശ്രദ്ധ താങ്കളുടെ മേലെയിരിക്കണം. എല്ലാം ചെയ്തുകൊണ്ടും ശ്രദ്ധ അവരവരുടെ മേലെയിരിക്കണം. എൻ്റെ സ്ഥിതി കയറി ഇറങ്ങരുത്. സ്ഥിതി കയറി ഇറങ്ങരുത്. ഇസ്കേലെ കർമ്മ കർത്തെ. അതിനു വേണ്ടിയിട്ടാണ് ബാബ യുക്തി തന്നിരിക്കുന്നത്. ഏത് യുക്തി? കർമ്മങ്ങളെല്ലാം ചെയ്യും. കാരണം ശരീരം ഉള്ളിടത്തോളം നമുക്ക് സേവ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കർമ്മങ്ങൾക്കിടയിലിടയിൽ സങ്കല്പങ്ങളുടെ ട്രാഫിക്കിന് ബ്രേക്ക് കൊടുക്കും. അതിനുവേണ്ടി ബാബ അനേക അഭ്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 1 മണിക്കൂറിൽ 1 മിനിറ്റ് അശ്രീരിയാകൂ, അല്ലെങ്കിൽ നിരാകാരി, ഫരിസ്ത, എന്തെല്ലാം യുക്തി, 5 സ്വരൂപം പ്രാക്ടീസ് ചെയ്യും. അനേക യുക്തികൾ തന്നിട്ട് ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും ചെയ്യും. ഈ ആത്മീയ ഡ്രില്ലുകളുടെ അഭ്യാസം ചെയ്തുകൊണ്ടേ പോകും. എങ്കിൽ താങ്കൾക്ക് താങ്കളുടെ സ്ഥിതി കയറിയിറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റും. കർമ്മയോഗിയായി കർമ്മം ചെയ്തു ദേഹബോധത്തിൽ നിന്ന് വേറിട്ടിരിക്കും. കർമ്മത്തിനായി കർമ്മേന്ദ്രിയത്തെ ഉപയോഗിക്കൂ, പിന്നെ വേറിട്ടിരിക്കും. ദേഹബോധത്തിൽ നിന്ന് വേറിട്ടിരിക്കും. ഏത് കർമ്മവും ബന്ധനത്തിന്റെ രൂപമാക്കരുത്. കർമ്മം ചെയ്തോളൂ, പക്ഷേ നമ്മളെ ബന്ധിക്കുന്ന ഒരു കർമ്മവും നമ്മൾ ചെയ്തു. നമ്മളെയും ബന്ധിക്കരുത് അല്ലെ? ബാബ അടുത്ത് എന്താ പറഞ്ഞിരിക്കണ? കർമ്മച്ചങ്ങലകളിൽ ആരെയും ഇനി കെട്ടരുത്. നമ്മളുമായിട്ട് ഇനി ഒരു ആത്മാവിന് ഒരു കെട്ടുണ്ടാവരുത്. സേവന സമയത്ത് കർമ്മ സംബന്ധത്തിൽ മാത്രമായിരിക്കും. ആരുമായിട്ടൊക്കെ ഇടപഴകേണ്ടി വരുന്നു ആത്മാക്കളോടൊപ്പം, വ്യക്തികളോടൊപ്പം സേവാ ഫീൽഡിൽ ഇടപഴകേണ്ട സമയത്തും ഓർമ്മ വേണം, അത് കേവലം കർമ്മത്തിന് വേണ്ടി മാത്രമുള്ള റിലേഷൻഷിപ്പ്. അതിനുശേഷം ഒരു ആത്മാവുമായിട്ടും ഒരു അടുപ്പവും ഉണ്ടാക്കരുത്. ന്യാരേ പഞ്ചാവും. കർമ്മം കഴിഞ്ഞാൽ പിന്നെ കർമ്മത്തിൽ പലരോടൊപ്പം നമുക്ക് അല്ലെ 4-5 പേരുടെ കൂടെ ചേർന്ന് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പക്ഷേ ബാബ പറയണേ അത് കർമ്മത്തിന് വേണ്ടി മാത്രമാണ് മക്കളെ. കർമ്മം കഴിഞ്ഞാൽ വേറിട്ടിരുന്നോളൂ. ഈ സമയത്ത് മധുബനിലെ എല്ലാ ഭാഗങ്ങളിലും യോഗപട്ടി പ്രോഗ്രാമുകൾ ഉണർവിലും ഉത്സാഹത്തോടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരീയ യജ്ഞവുമായി സംബന്ധ സമ്പർക്കത്തിൽ വന്ന ആത്മാക്കൾക്ക് വേണ്ടി ചില പ്രോഗ്രാമുകളും വിശേഷാൽ രൂപത്തിൽ നടക്കുന്നു. ബാബ വീട്ടില് ഏത് മക്കൾ വന്നു പോയാലും നല്ല രീതിയിൽ റിഫ്രഷ്മെന്റോടുകൂടി നിറച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ബാബയുടെ തപസ്യാസ്ഥലം ഓരോ ആത്മാവിനെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. വരുന്ന ഓരോ സഹോദരീ സഹോദരന്മാർക്കും ബാപ്ദാദിയും നിമിത്താത്മാക്കളും ഡയറക്റ്റ് ഈശ്വരീയ പാലനകൾ നൽകി എല്ലാവർക്കും വളരെ നല്ല സുന്ദര അനുഭവങ്ങളിലും ശേഖരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈശ്വരീയ സേവനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ സ്നേഹസ്മരണകളോടെ രാജയോഗിനി, ബ്രഹ്മകുമാരി, രത്തൻ മോഹിനി ദാദിജി. നമുക്ക് പ്രകാശ് മണി ദാദിജിയുടെ അമൃതവചനങ്ങൾ കേൾക്കാം. तपस्वी बनना है तो सच्चे त्यागी वैरागी पूरी बगैर बनो. തപസ്വിയാകണമെങ്കിൽ സത്യമായ ത്യാഗിയും വൈരാഗിയും പൂർണ്ണമായും യാചകരുമാകും. തപസ്യയുടെ ദിനങ്ങളല്ലേ? ദാദിയുടെ മഹാവാക്യം നമുക്ക് കേട്ടുകൊണ്ട് ഈ മാസത്തെ തപസ് ചെയ്യാം. ഇന്ന് സദ്ഗുരുവാർ വിശേഷ ഭട്ടി ദിനവുമാണല്ലോ. തപസ്യ കർണി ഹെ തോ പെഹലെ ത്യാഗമൂർത്ത് ബനോ. തപസ്യ ചെയ്യണമെങ്കിൽ ആദ്യം ത്യാഗമൂർത്തിയാക്കൂ. ഒരിക്കൽ കളഞ്ഞത് എന്താ ത്യാഗം? ഒരിക്കൽ ത്യജിച്ചതിലേക്ക് പിന്നീട് കണ്ണ് ഒരിക്കലും കുടുങ്ങരുത്. മമ്മ അതിനെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളതെന്നറിയാം?
ഏതിനെ നിങ്ങൾ കളഞ്ഞോ അതിലേക്ക് നിങ്ങളുടെ കണ്ണു പോകാത്ത അമ്മ എന്താ പറഞ്ഞിരുന്ന ഛർദിച്ചത് ഭക്ഷിക്കുന്നതിന് സമാനം. അതിനെയാണ് എന്താ പറയാ ബാബ? വൈരാഗ്യം. സംബന്ധ മേ ഭി ഖീഞ്ച് ന ഹോ. ഏത് റിലേഷൻഷിപ്പും പിടിച്ച് വലിക്കരുത്. ഒരാത്മാവുമായിട്ടുള്ള ബന്ധവും ഈ ആത്മാവിനെ പിടിച്ച് വലിക്കരുത്. കാരണം ബാബ പറഞ്ഞതിന് സൂക്ഷ്മ പാപ കണക്കുണ്ട്. ഒരാത്മാവിനുമായിട്ട് നമ്മൾ ഒരു പിടിവലി ഉണ്ടാക്കുകയാണെ, നമ്മൾ പിടിക്കുമ്പോൾ, നമ്മൾ വലിക്കപ്പെടുമ്പോൾ അല്ല, നമ്മൾ ഓർമ്മിക്കണം അത്ര അകലം. നമ്മുടെ അടുത്ത് എത്ര അടുപ്പാണോ ബാബ പറഞ്ഞിട്ടുള്ളത് അത്ര അകലം അവർക്ക് ആരുമായിട്ടുണ്ടാവും. ഈശ്വരൻ അകലെയാണ്. ഒരാത്മാവിനെ നമ്മൾ നമ്മളിലേക്ക് വലിച്ചാൽ എത്ര വലിക്കുന്ന, എത്ര അറ്റാച്ച്ഡ് ആണോ അത്ര ഈശ്വരൻ്റെ അടുത്ത് നകറ്റലാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്ന മഹാപുണ്യം ഏതാണ്? ഒരാത്മാവിനെ എത്ര കഴിയുമോ പരമാത്മാവിലേക്ക് കോർത്തിട. ഇനി ഒരാൾ പറയണല്ല ബാബയുടെ അടുത്തേക്ക് എന്നെ അടുപ്പിച്ചത് നിങ്ങളാണ് എന്ന് പറയുന്നവരോട് പോലും നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കണല്ല. ബാബയാണ് നിങ്ങളെ കൊണ്ടുവന്നത്, ബാബയാണ് നിങ്ങളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനിലേക്ക്. ബസ് ബാബ ബാബ ബാബ. ഒരാത്മാവുമായുള്ള സംബന്ധവും പിടിച്ചു വലിക്കരുത്. ജബ് ത്യാഗമൂർത്തി ബന്ധേ. ഇപ്രകാരം ത്യാഗമൂർത്തിയാകുമ്പോൾ ശ്രദ്ധ വേണം. ഏതിലേക്ക് ശ്രദ്ധ പോകും? ബാക്കി വിടാൻ ബാബ പറഞ്ഞതെല്ലാം വിടുമ്പോൾ പിന്നെ നിങ്ങളുടെ ശ്രദ്ധ എന്തിലേക്ക് പോകൂ? ഗുണമൂർത്തിയാകുന്നത്. ത്യാഗിയുടെ അറ്റൻഷൻ പിന്നെ ഗുണമൂർത്തിയാകുന്നതിലായിരിക്കും. ഏകബി അവഗുണാവും. പിന്നെ ശ്രദ്ധ എന്തായിരിക്കും? എന്നിൽ ഒരു അവഗുണം പോലും ഉണ്ടാകരുത്. എന്നിൽ ഒരു അവഗുണം പോലും. ഇതായിരുന്നല്ലോ മമ്മ സർവഗുണ സമ്പന്ന. ഒന്ന് അവഗുണം, രണ്ടാമത്തത് മോശം, മോശ സ്വഭാവം, മൂന്നാമത്തത് കുറവുകൾ. അവഗുണം, മോശ സ്വഭാവം, കുറവുകൾ. ആസുരീയ അവഗുണങ്ങൾ പലതും ഉണ്ട്. വെറുപ്പ് സൂക്ഷിക്കുക, പ്രതികാര ഭാവന, അസൂയ, കോപം, വെറുപ്പ്, വിദ്വേഷം, പക, ഇതെല്ലാം അവഗുണങ്ങളാണ്. ആസുരീയ അവഗുണങ്ങളെന്ന് ബാബ ഇതിനെ പറയാം. ഇനി മറ്റു ചിലതുണ്ട്. ഇത് മോശ സ്വഭാവം, മോശത്തരങ്ങൾ. ബാബയുടെ മക്കളിൽ പലരിലും വലിയ അവഗുണങ്ങൾ ഉണ്ടാവില്ല, പക്ഷേ പല മോശ സ്വഭാവങ്ങളുണ്ട്. ദാദി പറയണ കടുത്ത അവഗുണങ്ങളൊന്നും ഇപ്പം ഉണ്ടാവില്ല, പക്ഷെ പല മോശ സ്വഭാവമുണ്ട്. ഒന്ന്, സ്വചിന്തനത്തിന് പകരം പരചിന്തനം ചെയ്തുകൊണ്ടിരിക്കുക. അവരവരെ പ്രതി നിരാശ, സ്വയത്തെ പ്രതി നിരാശയുടെ ചിന്തകൾ കൊണ്ടുവരിക. ഏതെങ്കിലും ദോസ്തി, ചിലരോട് ദോസ്തിപ്പനുണ്ടാക്കുക. ബാബയുടെ അടുത്ത് വന്നു, പക്ഷേ ഒരു ബി കെ ദോസ്തിപ്പനുണ്ടാക്കിയെടുക്കുക. അതീ പറയണേ ചിലരോട് വെറുപ്പുണ്ടാക്കുക. രണ്ടും മോശ സ്വഭാവമാണ് പറയുന്നത്. ചിലരുമായി ഒരു കൂട്ടുകെട്ടുണ്ടാക്കുക, ചിലരോട് ഒരു അകൽച്ച ഉണ്ടാക്കുക. ഇതെല്ലാം താങ്കളുടെ കുറവുകൾ തന്നെയാണ്. ഇതുവരെ കുറവുകളുണ്ടോ അതുവരെ ദേഹ അഭിമാനിയാണ്. ദേഹി അഭിമാനിയാകാൻ ഈ കുറവുകൾ താങ്കളെ അനുവദിക്കില്ല. ചില കുട്ടികൾ പറയും, എന്ത് ചെയ്യാനാ ബാബ, ഇതെൻ്റെ സ്വഭാവമായി പോയി, എനിക്ക് സന്തോഷത്തിലിരിക്കാനേ പറ്റണില്ല. ദാദി പറയണ ഇതും താങ്കളുടെ കുറവ്. എനിക്ക് സന്തോഷത്തിൽ ഇരിക്കാനേ പറ്റില്ല, എന്ത് ചെയ്താലും ഇതും താങ്കളുടെ കുറവാണ്. അഗർ സുസ്തി ഹെ. ഇനി ചിലർക്ക് എന്താ കുഴപ്പം? ആലസ്യം, അശ്രദ്ധ. ആലസ്യം, അശ്രദ്ധ, ഇതും കുറവ് തന്നെയാണ്.
ആലസ്യത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താ? തോന്നുമ്പോൾ കഴിക്കുക, തോന്നുമ്പോഴൊക്കെ പോയി കിടന്നുറങ്ങുക, തോന്നുമ്പോൾ എഴുന്നേൽക്കുക, തോന്നുന്നത് ചെയ്യുക. ഇതെല്ലാം കുറവുകൾ തന്നെയാണ്. ഇതൊന്നും താങ്കളെ ദേഹ്യാഭിമാനിയാകാൻ അനുവദിക്കില്ല. ഈ കുറവുകൾ ഉണ്ടെങ്കിൽ താങ്കൾ എന്ത് തപസ്യ ചെയ്യുക? അടുത്തത്, ബാബ നിരന്തരം മുരളികളിൽ നൽകുന്ന ശ്രീമതം എന്താണ്? മക്കളെ, കുറവുകളെ പുറത്ത് കളയാം. കുറവിനെ പുറത്താക്കൂ, അന്തർമുഖിയാക്കൂ. അന്തർമുഖി എന്ന ഗുണം ആദ്യം ധാരണ ചെയ്യും. എങ്കിൽ താങ്കൾക്ക് തപസ് ആരംഭിക്കാനേ പറ്റും. അന്തർമുഖതയുണ്ടെങ്കിലേ തപം ആരംഭിക്കാൻ പറ്റും. എങ്കിൽ അവഗുണങ്ങൾ ഇല്ലാണ്ടാക്കും. ഒരു കുറവും ഉള്ളിൽ അവശേഷിക്കരുത്. ഇവിടുത്തെ കാര്യം പോയി അവിടെ പറയുക, അവിടുത്തെ കാര്യം പോയി ഇവിടെ പറയുക, അവിടുത്തെ ഇവിടുത്തെയും കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ തലയിടുക, ചെറിയ സംഭവത്തെ വലുതാക്കുക, വലിയ കാര്യത്തെ ശരിയായി സ്പഷ്ടമാക്കാതിരിക്കുക, ഇതെല്ലാം കുറവുകൾ തന്നെയാണ്. പൂർണ്ണമായും തിരിച്ചറിയാത്തതും താങ്കളുടെ കുറവ് തന്നെയാണ്. ശരിയായി കാര്യങ്ങളെ റിയലൈസ് ചെയ്യാത്തതും കുറവ് തന്നെയാണ്. കുറവ് അർത്ഥം മോശത്തരമാണ്, അതൊരു മോശമാണ്. അതെൻ്റെ ദൗർബല്യമാണല്ലോ പറഞ്ഞിരിക്കേണ്ട, അത് മോശം തന്നെയാണ്. പരിപ്പിലെ കല്ല് പോലെ, പരിപ്പിലെ കല്ല് പോലെ. തോ അന്തർ ചെക്ക് കറക്കെ. അതിനാൽ ഉള്ളിൽ പരിശോധിച്ച് താങ്കൾ താങ്കളെ ക്ലിയർ ആക്കി മാറ്റുക. ആദ്യം ക്ലിയർ ആക്കും. खामियां मर्यादा को पालन करने नहीं देती. അടുത്ത മഹാവാക്യം എന്താ പറയാൻ? ഇതുവരെ താങ്കളിൽ ഇങ്ങനെയുള്ള കുറവുകളുണ്ടോ, താങ്കൾ ഈശ്വരീയ മര്യാദകൾ പാലിക്കില്ല. കാരണം ഈ കുറവുകൾ ഒരിക്കലും ഈശ്വരീയ ബ്രാഹ്മണകുല മര്യാദകൾ പാലിക്കാൻ താങ്കളെ അനുവദിക്കില്ല. മര്യാദകളെ കാറ്റിപ്പറത്തി നടക്കും. മര്യാദ പാലിക്കുന്നില്ല എന്നുള്ള ഫീലിംഗ് പോലും വരില്ല. അതുകൊണ്ട് അതി പറയണ, ഇതുവരെ ഈ കുറവുകൾ താങ്കളിലുണ്ടോ, ഈ ബ്രാഹ്മണകുലത്തിൻ്റെ മര്യാദകൾ താങ്കൾ പാലിക്കില്ല. ജ്ഞാനമാർഗത്തിൽ വരുമ്പോൾ അറിയാൻ പറ്റും. അതി പറയണ, ഇങ്ങനെ താങ്കൾക്ക് പറയാൻ പറ്റില്ല, അയ്യോ ബാബ എനിക്ക് അറിയില്ലല്ലോ എന്നിൽ എന്തൊക്കെ കുറവുകളുണ്ടെന്ന്. ജ്ഞാനമാർഗത്തിൽ ജീവിക്കുന്ന ഒരു ആത്മാവിന് തീർച്ചയായിട്ടും അറിയാം ഇന്നത് ഇന്നത് എൻ്റെ കുറവുകളാണ്. പക്ഷേ താങ്കൾ ജ്ഞാനം കേട്ടിട്ട് മുരളി കേൾക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ അഭിമാനത്തിലിരിക്കുകയാണെങ്കിൽ, മുരളി കേട്ട് കുറച്ച് സേവനങ്ങളെല്ലാം ചെയ്തിട്ട് സേവനത്തിൻ്റെ അഭിമാനത്തിലാണ്, ജ്ഞാനത്തിൻ്റെ അഭിമാനത്തിലാണ് താങ്കൾ ഇരിക്കുന്നതെങ്കിൽ താങ്കൾക്ക് താങ്കളുടെ കുറവുകളെ കാണാൻ കഴിയില്ല. ഞാൻ വലിയ ജ്ഞാനിയാണെന്നുള്ള അഭിമാനം, അല്ലെങ്കിൽ ഞാൻ വലിയ സേവാധാരിയാണെന്നുള്ള അഭിമാനത്തിൽ ഇരിക്കുമ്പോഴും താങ്കൾക്ക് താങ്കളുടെ കുറവ് കാണപ്പെടില്ല. ദേഹി അഭിമാനി സ്ഥിതിയിലൂടെ, ബാബയുടെ ഓർമ്മയിലൂടെ, സൂക്ഷ്മ ചെക്കിങ്ങിലൂടെ തിരിച്ചറിയാൻ കഴിയും എന്നിൽ എന്തെന്തെല്ലാം കുറവുകൾ ഉണ്ട്. ചിലരിൽ ചില അവഗുണങ്ങളാണ്, ചിലരിൽ ചില കുറവുകളാണ്. ഏത് തന്നെയാണെങ്കിലും കുറവ് തന്നെയാണ്. ചിലർക്ക് പെട്ടെന്ന് എല്ലാ കാര്യത്തിലും പരിഭ്രമമാണ്. ഇതും താങ്കളുടെ ഒരു കുറവ് തന്നെയാണ്. ബേജാറാക്കുക. ബാബാനെ പെഹ്ലെ ക്യൂ നഹീ ബതായ. ഇനി ചിലർ പറയും, ബാബ എന്തുകൊണ്ട് ആദ്യമേ പറഞ്ഞില്ല, ഈ ജ്ഞാനമാർഗത്തിൽ വന്നാൽ പിന്നെ തപസ്യ ചെയ്യണം. ഓ, നമ്മളൊക്കെ ഗൃഹസ്ഥികളല്ലേ, ജോലിയും വേലയില്ലേ. ഇങ്ങനെ താങ്കൾ ചിന്തിക്കുന്നതും താങ്കളുടെ കുറവാണ്. ഗൃഹസ്ഥിയാണ്, ജോലിയും വേലയുണ്ട്, നമുക്കെവിടെ തപസ്യ ചെയ്യാൻ സമയം എന്ന ചിന്തയും താങ്കളുടെ കുറവ് തന്നെ.
കാരണം ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ടും ജോലി വേലകളെല്ലാം ചെയ്തുകൊണ്ടും ചെയ്യാനുള്ള തപമാണ് ബാബ പഠിപ്പിക്കുന്നത്. ബാബയുടെ ആജ്ഞ കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ തപസ്വിയായി ജീവിക്കണം. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ താങ്കൾ എപ്പോ ചെയ്യും? ഇത് കൽപ്പകൽപ്പത്തിലേക്കുള്ള പ്രാപ്തിയുടെ അവസരമാണ്. ഇങ്ങനെ ആകരുത്. അവസാനം താങ്കൾക്ക് ധർമ്മരാജന്റെ മുന്നിൽ പോയി പശ്ചാത്തപിക്കേണ്ടി വരരുത്. കാരണം നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഒരു ജഡ്ജ്മെന്റൽ ഡേ ഉണ്ടല്ലോ. ഒന്നുമില്ലെങ്കിൽ ലാസ്റ്റിൽ അല്ലേ കിടക്കയിൽ കിടക്കുമ്പോൾ എഴുന്നേക്കാൻ പറ്റാത്തൊരു സാഹചര്യം എപ്പോൾ വരുന്നു, ഈ വണ്ടിയുടെ ഓട്ടം നിലയ്ക്കുമല്ലോ ഒരു നാള്, അല്ലാതെ ഇങ്ങനെയും ഓടിക്കൊണ്ടിരിക്കില്ലല്ലോ നമ്മളാര്. അപ്പോൾ പറയണേ, ലാസ്റ്റ് ജഡ്ജ്മെന്റ് ഡേ എപ്പോഴാണോ ധർമാധർമ്മങ്ങൾ അവിടെ അല്ലേ വിലയിരുത്തപ്പെടുമ്പോൾ താങ്കൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരരുത്. അതുകൊണ്ടാണ് ബാബ നേരത്തെ കുട്ടി മുന്നറിയിപ്പുകൾ തരുന്നത്. ഓടിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റൂ. കിടന്നു കഴിഞ്ഞാൽ ബാബ പറയണ പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? പശ്ചാത്താപം മാത്രമാണ്. ഖയാമത്ത് के पहले बाबा से शांति सुख पवित्रता का वर्षा लेकर, കണക്കെടുക്കിന് മുമ്പേ താങ്കൾ എന്ത് ചെയ്യുക? ബാബയിൽ നിന്ന് സുഖശാന്തി പവിത്രതയുടെ സമ്പത്തെടുത്ത് ശാന്തി പരത്തും. ഇതാണ് താങ്കൾക്ക് ചെയ്യാനുള്ള കാര്യം. ഇപ്പോൾ ആരിൽ എന്ത് കുറവുകളുണ്ടോ അവർ ശാന്തി പരത്തുന്നതിന് പകരം അശാന്തി പരത്തും. നമ്മൾ നോക്കണം, ഞാൻ നിമിത്തം എന്തെങ്കിലും അശാന്തിയാണോ ഉണ്ടാക്കണേ, അതോ ശാന്തി പരത്തുന്ന കർമ്മമാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക? കാരണം ബാബ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്താണ്? ശാന്തി നൽകുക എന്നുള്ളത്. സദാ ശ്രദ്ധ വേണം. എന്നിൽ നിന്ന് ഇങ്ങനെ ഒരു കർമ്മം ഉണ്ടാക്കരുത്. എൻ്റെ കുറവ് കൊണ്ട് അന്തരീക്ഷം അശാന്തമാക്കുക. എൻ്റെ ഒരു കുറവ് കൊണ്ട് ഒരന്തരീക്ഷം അശാന്തമാക്കുക. ഇങ്ങനെ ഒരു കർമ്മം എന്നിൽ നിന്ന് വരരുത്. അത് ബാബ എന്താ പറഞ്ഞിരിക്കണേ? ബാബയുടെ കുട്ടിയായിട്ട് ലൗകിക കുടുംബത്തിലായാലും അതിനേക്കാളും വലുതാണ് നമ്മൾ അലൗകിക കുടുംബത്തിൽ, ഈശ്വരീയ കുടുംബത്തിൽ ഒരു അശാന്തി ഉണ്ടാക്കണം. കാരണം നമ്മൾ ബാബയുടെ ശ്രീമതത്തിന് വിരുദ്ധമായൊരു കർമ്മം ചെയ്യുമ്പോൾ അല്ലേ അനേക ആത്മാക്കളെയല്ലേ ബാധിക്കുക. അപ്പൊ ബാബ പറയണേ, അങ്ങനെ അശാന്തി ഉണ്ടാക്കരുത്. വിശ്വത്തിന് ഇന്ന് വേണ്ടത് ആവശ്യം ശാന്തിയാണ്. വിശ്വത്തിൽ ശാന്തി പരത്താനും ആർക്കേ കഴിയൂ? താങ്കൾ ആലോചിക്കും. താങ്കളുടെ ഉള്ളിൽ അശാന്തി പരത്തുന്ന ഈ കുറവുണ്ടെങ്കിൽ താങ്കൾ ശാന്തി പരത്തുന്ന ജോലി പിന്നെ എപ്പോഴാ ചെയ്യുക? ഇപ്പോഴാണ് അതിൻ്റെ ആവശ്യം, ഇപ്പോഴാണ് ചെയ്യേണ്ടത്. താങ്കളാണത് ചെയ്യേണ്ടത്. കാരണം താങ്കൾക്കാണ് ശാന്തിയുടെ മാർഗം ബാബ കാണിച്ചു തന്നിരിക്കണേ. എന്നിട്ട് താങ്കളെ ശാന്തി പരത്തുന്ന കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ വിശ്വത്തിന്റെ അവസ്ഥ നോക്കൂ. ഇപ്പൊ താങ്കൾ തപസ്യ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാ ചെയ്യുക? ഇപ്പൊ മായയുടെ കൊടുങ്കാറ്റിൽ നിന്ന് മുക്തരാക്കും. സങ്കല്പ വികല്പങ്ങളിൽ നിന്ന് മുക്തരാക്കും. തപം ചെയ്യൂ. സർവഗുണങ്ങളും സർവകലകളും നിറയ്ക്കാൻ അവഗുണങ്ങളെ, കുറവുകളെ, മോശ സ്വഭാവങ്ങളെ കളയും. ഗുണങ്ങളും കലകളും നിറയ്ക്കാൻ അവഗുണങ്ങളെ, കുറവുകളെ, മോശ സ്വഭാവങ്ങളെ